അറിഞ്ഞോ, ആഴ്ചയിൽ 500 രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നേഴ്സാകാം. 100% ജോലി ഉറപ്പോടുകൂടി. 1/4 നൂറ്റാണ്ടിന്റെ വിജയത്തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ. പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം. 100% പ്രാക്ടിക്കലോടുകൂടി ഓൺലൈനായും പഠിക്കാം. അഡ്മിഷൻ തുടരുന്നു. 2 വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും 1 വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ്. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ. ഫോൺ നമ്പർ 9446007032 9947771550 8606897907. മാന്യ പ്രേക്ഷകർക്ക് ന്യൂസ് ബിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വൈക്കര താമസിക്കുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അതുപോലെ തന്നെ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പയ്യന്നൂർ താലൂക്ക് ചെയർമാനുമായ TV വിജയേട്ടൻ. വിജയേട്ടാ, നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റീൻ്റെ ചെയർമാനാണ് പയ്യന്നൂർ താലൂക്ക് അല്ലേ? അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെഡ് ക്രോസിന് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മറരോഗങ്ങൾ, അതുപോലെ പകർച്ചവ്യാധികളൊക്കെ വരുന്ന സമയത്ത്, കൊറോണ അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു പ്രത്യേക പ്രാധാന്യമുള്ള സമയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനം വേണ്ടത്ര രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നില്ല. അതെന്താണ്? അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? അതായത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി അത് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വേൾഡിൽ തന്നെ അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും റെഡ് ക്രോസിനെ കുറിച്ച്. പക്ഷേ നമ്മുടെ പ്രാദേശികമായിട്ട് വരുമ്പോൾ റെഡ് ക്രോസിനെ കുറിച്ച് ആർക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതെന്താണെന്നുള്ളത് അറിയാനോ ഉള്ള ഒരു ഇത് ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റെഡ് ക്രോസ്, ജൂനിയർ റെഡ് ക്രോസ്, യൂത്ത് റെഡ് ക്രോസ്, റെഡ് ക്രോസ് ഇങ്ങനെ 3 ആയിട്ടാണ് ഉള്ളത്. ജൂനിയർ റെഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ താഴേക്കിടയിലുള്ള സ്കൂൾ കുട്ടികൾക്കും, യൂത്ത് എന്ന് പറഞ്ഞാൽ കോളേജുകളിലും, അതുപോലെ റെഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള മുതിർന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സാധാരണ റെഡ് ക്രോസിനെ കുറിച്ച് പറയുമ്പോൾ മുൻനിരയിൽ യുദ്ധത്തിൻ്റെ അതുപോലെ ഒരു പട്ടാളക്കാരൻ ചെയ്യുന്ന അതേ സേവനം ആ സമയത്ത്, ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഇറാൻ്റെയും അതുപോലെ തന്നെ പാലസ്തീൻ്റെ നിങ്ങൾ കണ്ടിരുന്നു. അത് റെഡ് ക്രോസിൻ്റെ ആംബുലൻസ് ആക്രമിച്ചതായിട്ട് കണ്ടു. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വേൾഡിൽ തന്നെ റെഡ് ക്രോസ് ഫേമസ് ആണ്. പക്ഷേ അതേസമയത്ത് ലോക്കലിലെത്തുമ്പോൾ അതിൻ്റെ ആളുകളുടെ മുഖം നോക്കിയിട്ട് ആരാണോ റെഡ് ക്രോസിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത്, അദ്ദേഹം ഏത് രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരാണോ അല്ലെങ്കിൽ അവർ ഏത് ഭാഗത്താണോ കാണുന്നത്, ആ രീതിയിലേക്കാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നെ നോക്കിക്കാണുന്നത്. ശരിക്ക് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം ശരിക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ശരിക്കും കയറി പറ്റിയിട്ടുണ്ട്. എന്നുവെച്ചാൽ മുമ്പ് ഈ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് കോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് രാഷ്ട്രപതി ഒപ്പിട്ട ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമായിരുന്നു സെൻറ്റ് ജോൺസ് ആംബുലൻസ് അസോസിയേഷൻ്റെ. ഇപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നിർത്തി. പക്ഷെ ഇതൊരു എന്താ പറയുക, ജനങ്ങളിലേക്ക് അത് വേണ്ടത്ര രീതിയിൽ എത്തിക്കേണ്ട ഒരു സംവിധാനം എത്തുന്നില്ല. അത് നിങ്ങൾ പറഞ്ഞ പോലെ ഭരണത്തിൻ്റെ വ്യത്യാസമായിരിക്കാം, രാഷ്ട്രീയത്തിൻ്റെ വ്യത്യാസമായിരിക്കാം. അങ്ങനെ ഒരു അനുഭവങ്ങളുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയല്ല, അത് തീർത്തും. കാരണം വെച്ചാൽ റെഡ് ക്രോസിൻ്റെ ഒരു മെമ്പറാവാൻ ഇപ്പോൾ കഴിഞ്ഞ ഇടയിൽ നമ്മുടെ ഇവിടെ എന്താ പറയേണ്ടത്, പുളിങ്ങോത്തുള്ള ഒരു പെൺകുട്ടി, അവർ നല്ല വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉണ്ട്. ഒരു ഇൻ്റർവ്യൂവിന് പോയി, അവർക്ക് വിദേശത്ത് പോകണം. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ അവർ ആദ്യം ആ ഇൻ്റർവ്യൂവിൽ ചോദിച്ച ചോദ്യം, നിങ്ങൾ റെഡ് ക്രോസിൻ്റെ മെമ്പറാണോന്നോ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അതിൽ മെമ്പറല്ല. പക്ഷേ ആ റെഡ് ക്രോസിൻ്റെ വാല്യൂ അതൊന്നും ഇവിടെയുള്ള ആരും തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. റെഡ് ക്രോസിനെ അതിൽ വേറൊരു രീതിയിൽ കാണുന്നു. അല്ലെങ്കിൽ വിജയൻ എന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയിലേക്ക് ഒതുങ്ങി മാറുന്ന ഒരു സമ്പ്രദായം. ഇപ്പോൾ റെഡ് ക്രോസിൻ്റെ മെമ്പർഷിപ്പ് കൊടുക്കുന്ന സമയമാണ്. ഇപ്പം അടുത്ത മാസമാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഇപ്പം കേരളത്തിലുള്ള മുഴുവൻ ജില്ലകളിലും അതുപോലെ തന്നെ താലൂക്കിലുമൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയമാണ് ഈ ജൂലൈ ഓഗസ്റ്റ് മാസത്തോടു കൂടി. അപ്പോൾ പയ്യന്നൂർ താലൂക്കിൽ ഇതിൻ്റെ പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പയ്യന്നൂർ താലൂക്കിൻ്റെ തഹസിൽദാറാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ചെയർമാൻ്റെ സ്ഥാനമുള്ളൂ. അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയായിരിക്കും, ജനകീയമായ രീതിയിലായിരിക്കും അതിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ആരാണ് വരുന്നത് അതാണ്. ഇപ്പം പയ്യന്നൂർ താലൂക്കിൽ ഏകദേശം 65ഓളം
സജീവ മെമ്പർമാരാണ് ഉള്ളത്. അപ്പോൾ അത് റെഡ് ക്രോസിൻ്റെ ഒരു ഭാഗമായി നിങ്ങളൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിലും നിങ്ങൾ ഡൽഹിയിലായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുപോലെ പാഴിയൊട്ടിയാൽ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ്. ഒരു പൊതുപ്രവർത്തന രംഗത്ത് രാഷ്ട്രീയക്കാരനല്ലെങ്കിലും ഒരു പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് വിജയൻ. അപ്പം നിങ്ങളുടെ ഡൽഹിയിൽ നിങ്ങളുടെ ചെറിയ ആളുടെ കൂടെ ഒന്നല്ല ജോലി ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ 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 കഷ്ടതകളും അതുപോലെ തന്നെ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ എന്താ പറയുക വലിയൊരു വിദ്യാഭ്യാസമൊന്നും എനിക്ക് സമ്പാദിച്ചെടുക്കാൻ പറ്റില്ല. പ്രാഥമികമായ വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി വരെ, അത് കഴിഞ്ഞ് ടൈപ്പ് ഷോർട്ട് ഹാൻഡൊക്കെ പഠിച്ച് അന്നത്തെ ബുദ്ധിമുട്ടനുസരിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കണം എന്നുള്ള ഒറ്റ എയിമായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി ജോലി ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ പഠിച്ച ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ച ഒരു സുഹൃത്തിൻ്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് അദ്ദേഹം മുഖാന്തരമാണ് ഞാൻ ഡൽഹിയിൽ എത്തിപ്പെടുന്നത്. ഡൽഹിയിലെത്തി ഒരുപാട് കഷ്ടപ്പാട്. കാരണം ഞാൻ ചില സമയത്ത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് നടന്നു വരെ പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന്. ഞാൻ 87-88 വർഷത്തിലാണ് ഞാൻ ഡൽഹിയിൽ പോയത്. അവിടെ പോയി ഭാഷേൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, താമസ സൗകര്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നാലോ, എൻ്റെ കൂടെ വന്ന പല ആളുകളും പല സ്ഥലത്തും തിരിച്ചു വന്നില്ല. പക്ഷേ ഞാൻ വന്നിട്ടില്ല. അവിടെ എത്തിയിട്ട് നിങ്ങളൊരു നല്ല മാധ്യമപ്രവർത്തകനായിരുന്നു. അവിടുത്തെ മാധ്യമപ്രവർത്തനമല്ല, ഞാൻ സത്യത്തിൽ ഞാൻ അവിടെ പല ഉന്നത നിലവാരം പുലർത്തുന്ന ആളുകളുമായിട്ട് എനിക്ക് പരിചയപ്പെടാനുള്ള ഒരു സാഹചര്യം കേരള ഹൗസിലും അതുപോലെ തന്നെ മറ്റുള്ളവരെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ ഞാൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ ഒരാൾ പരിചയപ്പെടുത്തി. 5 സ്റ്റേറ്റിൻ്റെ ഗവർണറായിരുന്ന ഡോക്ടർ വിശ്വനാരായൺ സിംഗ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, നാളെ മുതൽ ഞങ്ങളുടെ ഓഫീസിലേക്ക് പോര്, നിങ്ങൾ നാളെ ജോലി ചെയ്യാൻ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ തികച്ചും ഒരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസമാണ് എന്നെ അവിടെ എത്തിച്ചതെന്നാണ്. എൻ്റെ യോഗ്യതയും അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും എനിക്ക് അത്തരമൊരു പദവിയിലെത്താൻ കഴിയില്ല. ആ ജോലിയോടുകൂടി അല്ലെങ്കിൽ അവരുടെ അടുത്ത് എത്തിപ്പെട്ടതിന് ശേഷം ഞാൻ ഡൽഹിയിൽ ഒരുപാട്, അതായത് NSSൻ്റെ വർക്ക്, അതുപോലെ ഡൽഹി മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ്, അതുതന്നെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, നോയിഡ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റ്, പിന്നെ ഉഷ കൃഷ്ണകുമാറിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ പറ്റി. അതുപോലെ ഉന്നത നിലവാരങ്ങളിൽ മന്ത്രിമാർ, അതുപോലെയുള്ള ഒരുപാട് ആളുകളുടെ കൂടെ എനിക്ക്. എന്നോടൊന്ന് ഇടക്കേറി ചെയ്യുന്നു, നിങ്ങളൊരു മാധ്യമപ്രവർത്തനമായിരുന്നു. പക്ഷെ നമ്മളുടെ ഇന്നത്തെ മാധ്യമപ്രവർത്തനവും അന്നത്തെ കാലഘട്ടത്തിൽ, അതായത് ഒരു 90 കാലഘട്ടത്തിലുള്ള മാധ്യമപ്രവർത്തനവും തമ്മിലുള്ള ഒരു അന്തരം പറഞ്ഞു തരാൻ പറ്റും? തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഇന്ന് എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ, മറ്റുള്ളത്, അങ്ങനെ ഒരുപാട് മാധ്യമങ്ങൾ ഇന്ന് ഉണ്ട്. അതുപോലെ പത്രം, അതുപോലെ തന്നെ ഇതൊക്കെ. അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ എഴുത്ത് മാധ്യമങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. പത്രപ്രവർത്തനം, ശരിക്കും പ്രിൻ്റ് മീഡിയ, അങ്ങനെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രിൻ്റ് മീഡിയ. ആ പ്രിൻ്റ് മീഡിയയിൽ അന്ന് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയിലും അതുപോലെ പിന്നെ ജനസക്ത, രാഷ്ട്രീയ സാറ, ഞാൻ ആ ഭാഷക്കാരനല്ലെങ്കിൽ പോലും അതിലൊക്കെ എനിക്ക് ഇടം നേടി തന്നുള്ളതാണ്. അത് ഞാൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയതോടുകൂടിയാണ് എനിക്ക് ഇതിനൊക്കെ കിട്ടിയത്. അല്ല, ഞാൻ ചോദിച്ചത് ഒരു മാധ്യമ പ്രവർത്തനമുണ്ടല്ലോ, നമ്മുടെ നാട്ടിലത്തെ മാധ്യമ രീതികൾ, അതെങ്ങനെയാണ് പഴയത് ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം? പഴയതും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അന്ന് നമ്മളൊരു വാർത്ത അല്ലെങ്കിൽ നമുക്കൊരു വാർത്ത കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ സത്യസന്ധമായ രീതിയിൽ എന്താണോ വാർത്ത, അല്ലെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച്, ആരും പറഞ്ഞു തരുന്നതല്ല വാർത്ത. നമ്മൾ അവിടെ ചെന്ന്, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇന്ന സ്ഥലത്തൊന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ നടന്നിട്ടായാലോ അല്ലെങ്കിൽ സൈക്കിളിലായാലോ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെട്ട് അതിനെക്കുറിച്ച് അടുത്തുള്ള ആളുകളോടൊക്കെ അന്വേഷിച്ച് അത് അന്ന് എഴുതി തയ്യാറാക്കുന്നതാ യഥാർത്ഥത്തിലുള്ള വാർത്ത. പക്ഷേ ഇന്നത്തെ വാർത്ത അതല്ല, നമ്മൾ കേൾവിയാണ് ഇന്നത്തെ വാർത്ത. പല മീഡിയകളിലും നിങ്ങൾ കാണുന്നുണ്ടാവും. എന്നുവെച്ചാൽ ചില കാര്യങ്ങൾ അവർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വാർത്ത പിറ്റേ ദിവസം അത് തിരുത്തേണ്ട ഗതികളിലേക്ക് പോലും ചില മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ പ്രിൻ്റ് മീഡിയ ഒക്കെ തിരുത്തേണ്ട ഗതികളിലേക്ക് പോകുന്നൊരു കാലഘട്ടമാണിത്. അതുപോലെ തന്നെ ഞാനൊരു മാധ്യമപ്രവർത്തകനായതുകൊണ്ട് മാധ്യമത്തിനെ കുറ്റപ്പെടുന്നതല്ല, പക്ഷേ എന്തോ
ഇന്നത്തെ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അവരെ വിൽക്കപ്പെടുന്നുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. ശരി വിജയേട്ടാ, അപ്പം സമയം വൈകി. അതുകൊണ്ട് ഈ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി എന്താണെന്നും ഇപ്പോഴത്തെ പഴയ കാലത്തും പുതിയ കാലത്തും തമ്മിലുള്ള ജീവിത മാർഗങ്ങളും ജീവിത ശൈലികളും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്ന വിജയേട്ടന് ന്യൂസ് സ്പീഡിൻ്റെ നന്ദി, എല്ലാവിധ ആശംസകളും.